കുഞ്ചുപൊണ്ണേ. എല്ലാവർക്കും ഈ ചെല്ല പേരുണ്ടാവും അല്ലേ? ചെല്ല പേരെന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് പിക്നൈ, ഓമനിച്ച് വിളിക്കുന്ന പേര്. എല്ലാ പാലക്കാട് കൊല്ലംകോട്ടിലും ഉണ്ട് കുറെ പേരുകൾ. വേറെ എവിടെ ഞാൻ ഇതുപോലുള്ള പേരുകൾ കേട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇതിൽ ലാസ്റ്റ് എന്റെ പേര് പറയുന്നുണ്ട്. പക്ഷെ ആരും ദയവ് ചെയ്ത് ആ പേര് പറഞ്ഞ് വിളിക്കരുത്. കുറച്ച് പെൺകുട്ടികളുടെ പേരാണ് പറയുന്നത്. ഫസ്റ്റ് കുഞ്ചുപെണ്ണ്, പെട്ടക്കുട്ടി, പെട്ടക്കാളി, കുട്ടി മോള്, ഇങ്ങനെ കുറെ പേരുണ്ട്. ഈ പേരൊക്കെ ഇങ്ങനെയൊക്കെ നല്ല കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആ പേര് വിളിക്കുന്ന സമയത്തുള്ള അവസ്ഥ ഉണ്ടല്ലോ. തൊട്ടടുത്ത് വന്നിട്ട് ഒരു കുഞ്ചുപെണ്ണെന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ട്. അവന്റെ വീട്ടിൽ നിറയെ ആടുണ്ട്. അപ്പൊ അവരുടെ അമ്മ ആടിനെ കൊണ്ട് വരുന്ന സമയത്ത് ഇവര് ആ പടി ഒന്ന് തുറന്നിടാൻ പറയും. അപ്പൊ പറയുന്ന രീതി എങ്ങനെയാന്ന് പറഞ്ഞുതരാം. കുഞ്ചുപെണ്ണേ, ആടൊക്കെ വരുന്നുണ്ട്. പടി ഒന്ന് തുറന്നിട്, വെയില് കൊണ്ട് വലഞ്ഞിട്ട് വരികയാണ്. പടി ഒന്ന് തുറന്നിട് കുഞ്ചുപെണ്ണേ. ഓ, കിടന്ന് തൊള്ള തുറക്കണ്ട, ഇവിടെ ഉണ്ടല്ലോ ഞാന്. കുഞ്ചുപെണ്ണെ കുഞ്ചുപെണ്ണെ പറഞ്ഞിട്ട് എന്റെ പേര് വിളിച്ചൂടെ? നിന്റെ പേരല്ലേ വിളിച്ചത് കുഞ്ചുപെണ്ണേന്ന്. അതേപോലെ അടുത്ത് പെട്ടക്കുട്ടി, പെട്ടക്കുട്ടിയെ, പെട്ടക്കുട്ടി ഞാൻ വിളിക്കാം. അതായത് പെട്ടക്കാളി. ഈ കുട്ടീന്റെ കൂടെ ഈ കാളി എന്തിനാണ് ഇങ്ങനെ ഒരു പേര് എനിക്കറിയില്ല. പക്ഷേ കഴിയുമ്പോൾ പൂജ വരും, അതായത് പൊങ്കല്. ആ പൊങ്കൽ സമയത്ത് എല്ലാ ഫ്രണ്ട്സും നാട്ടുകാരും എല്ലാവരും ആ അമ്പലത്തിൽ ചുറ്റും ഉണ്ടാവും. ആ ചുറ്റും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ദൂരെ നിൽക്കാന്ന് വെച്ചാൽ അവനെ ഇവിടെ നിന്ന് വിളിക്കും. എന്താണ് പെട്ടക്കാളിയെ, എത്ര നാളായി കണ്ടിട്ട്, എനിക്ക് സുഖമല്ലേ? ഒന്ന് ആലോചിച്ചോ, അത്ര ആൾക്കാരുടെ ഇടയിൽ ഈ പെട്ടക്കാളി എന്നൊക്കെ വിളിക്കുമ്പോ എന്നെ വിളിക്കുന്ന പേരെന്താണെന്നറിയോ? ഇപ്പൊ വിളിക്കുന്ന കുഞ്ഞു എന്നാണ്. പക്ഷെ കുഞ്ഞു അല്ല, ശരിക്കും കുഞ്ഞ എന്ന് ചേർത്തിട്ട് ബാക്കി പേരുണ്ട്. കുഞ്ഞ എന്ന് ചേർത്തിട്ടാണ് ബാക്കി പേര്. എന്നെ ഇപ്പൊ വിളിക്കുന്ന കുഞ്ഞു എന്നാണ്. അത് വിളിച്ചാൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷെ ആ പേര് വിളിക്കണമെങ്കിൽ കുറച്ച് പഴയ പേരാണ്. അങ്ങനെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ഇടുന്നേ. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഓമന പേരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടുന്നേ.